ബാലൻ ദ ബോയ്. ഞാൻ ഇന്നലെ ബാലൻ ദ ബോയ് എന്നുള്ള ചിദംബരം സംവിധാനം ചെയ്ത സിനിമ കാണാൻ വേണ്ടി പോയി. ഗംഭീര പടം എന്നല്ലാതെ ഇതിന് വേറൊരു വാക്കില്ല. അത്രയും നമ്മൾ സിനിമക്കകത്തേക്ക് നമ്മൾ പിടിച്ചിരുത്തും. നമ്മൾ വിചാരിക്കും ഇത്രയും പെട്ടെന്ന് ഇൻ്റർവെല്ലായെന്ന് വിചാരിക്കും. നമുക്ക് അത്രയും ആ സിനിമക്കകത്തേക്ക് നമ്മൾ ഇൻവോൾവ് ആയി മാറും. എന്ത് രസമായിട്ടാണ് മേക്ക് ചെയ്തേക്കണം. എനിക്ക് ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് പറയാനൊന്നും അറിയില്ല. പക്ഷേ ഗംഭീര പടം. ഇതിനകത്ത് ചെയ്ത ഫർസാന എന്ന് പറയുന്ന റോള് മെയിൻ ലീഡ് ചെയ്ത പുള്ളിക്കാരി, അവരെ കണ്ണ് സംസാരിക്കും. അത്രയും രസമായിട്ടാണ് അവരെ ക്യാരക്ടറൈസേഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ പയ്യൻ ആദികേശവ് എന്നുള്ള പയ്യൻ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബോണ്ട്, ഒരു അമ്മയും മോനും തമ്മിലുള്ള ബോണ്ട് പക്ക. നമുക്കൊരു സിനിമക്കകത്തേക്ക് നമ്മൾ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ സിനിമയിൽ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോൾ. അത്രയും രസമായിട്ടാണ് സിനിമ മൊത്തത്തിൽ മേക്ക് ചെയ്തില്ല. പിന്നെ ടോവിനോ ഒരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. ടോവിനോ സ്റ്റാറിനെ പൊളിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ഗംഭീരമായിട്ടാണ് ടോവിനോ ക്യാരക്ടർ റോൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് ടോവിനാണെന്ന് ഒരിക്കലും തോന്നില്ല. അത്രയും ആ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത്രയും നല്ല കിട്ടില്ലനായിട്ട് ലാസ്റ്റൊക്കെ ഒരു സീനുണ്ട് ടോവിനോൻ്റെ. നമുക്ക് കരഞ്ഞു പോണ രീതിയിലുള്ള പെർഫോമൻസാണ് ടോവിനോ ചെയ്തിട്ടുള്ളത്. അടിപൊളി പെർഫോമൻസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 പയ്യന്മാരുണ്ട്. ഒന്ന് ആദികേശവും ഒന്ന് സിനാൻ എന്തോ പേര് പറഞ്ഞിട്ടുള്ളൊരു പയ്യൻ. അവൻ്റെയൊക്കെ പെർഫോമൻസ് ഇവരാണ് സിനിമേനെ കൊണ്ടുപോകണം മൊത്തത്തിൽ. പിന്നെ ഒരു അമ്മുമ്മയുണ്ട്. അവർ സ്ക്രീനിലേക്ക് വരുമ്പോൾ ഒരു വേറെ രസമാണ്. അവരുടെ ക്യാരക്ടറും സീരിയസ് ആണ്, കോമഡിയാണ്. അവരുടെ ഒരു പെർഫോമൻസ്. അവർ ശരിക്കും വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു അമ്മച്ചൻ. ശരിക്കും ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ അവരവിടെ ഉണ്ട്. അവർക്ക് വന്നിട്ട് ഓരോ ആൾക്കാർ അവരെക്കുറിച്ച് പറയുമ്പോഴും അവരോട് വന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നൊരു ഹാപ്പിനെസ്. ഇത്രയും പ്രായമായിട്ടും അവർ ആ ഒരു പെർഫോമൻസ്. ഇതിന് കാസ്റ്റിങ്ങിന് ടീമിന് എന്തായാലും പറഞ്ഞു പോയുള്ളൂ. അത്രയും ഗംഭീരമായിട്ടാണ് കാസ്റ്റിംഗ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ഗണപതി തന്നെയാണ് കാസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ചിദംബരത്തിൻ്റെ അനിയനാണ് ഗണപതി. നമുക്ക് എല്ലാവർക്കും അറിയുന്നവരാണ്. പക്ഷേ ചിദംബരത്തിൻ്റെ എല്ലാ സിനിമകളിലും ഗണപതി തന്നെയാണ് കാസ്റ്റിംഗ് ആണ്. ഇതും അതുപോലെ തന്നെ ഗംഭീര കാസ്റ്റിങ്ങിൽ ഒരു സീനിൽ വന്ന് ഒരു ഡയലോഗ് പറഞ്ഞ് പോണ ആൾക്ക് പോലും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. വെറുതെ വന്നിട്ട് ഇങ്ങനെ വന്നൊരു ഡയലോഗ് പറഞ്ഞ് പോകണില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയങ്ങളിലാണ് ഇവരൊക്കെ വന്ന് പോണത്. ക്ലൈമാക്സ് നമ്മൾ എന്തായാലും ഫാമിലി ആയിട്ട് പോയി സിനിമ മസ്റ്റ് വാച്ച് ചെയ്യേണ്ട സിനിമയാണ്. അത്രയും എന്താ പറയുക, നമുക്ക് ഈ സിനിമ നമുക്ക് മറക്കാൻ പറ്റില്ല. നമുക്ക് ക്യാരക്ടറുകളായാലും സിനിമയിലെ പെർഫോമൻസുകളായാലും സ്ക്രിപ്റ്റ്, മ്യൂസിക് ഒക്കെ നമുക്ക് ഒരിക്കലും ലൊക്കേഷൻസ് നമുക്കൊന്നും ആ മനസ്സിൽ നിന്ന് പോകുന്ന ടൈപ്പിലൊരു സംഭവങ്ങൾ. നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് സമയം അവിടെ ഇരിക്കും. ഞങ്ങൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങും. ചിദംബരം ഗണപതിയൊക്കെ ഇങ്ങനെ ആൾക്കാരെ ഇത് കേൾക്കാൻ വേണ്ടി അവിടെ നിൽക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർ അത്രയും ടെൻഷൻ അടിച്ചാൽ നിൽക്കണം. പക്ഷെ എല്ലാവർക്കും ഇറങ്ങിക്കഴിയുമ്പോൾ സിനിമകളെക്കുറിച്ചും ഈ സിനിമേനെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. വേറെ ഒന്നും കൊള്ളാം. ടോവിനൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇറങ്ങിപ്പോയത്. അത്രയും നല്ല പെർഫോമൻസാണ് മൊത്തത്തിൽ പറയണത്. അത്രയും എന്താ പറയുക, എൻ്റെ ഞാൻ ഇത്ര എനർജി എടുത്ത് പറയുമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഭയങ്കര ഇഷ്ടപ്പെട്ട്. എല്ലാം മൊത്തത്തിൽ ഓവറോൾ പറഞ്ഞാൽ ഗംഭീര പടം എന്നല്ലാതെ വേറൊന്നും പറയാം. നമുക്കൊരു പോസ്റ്റർ കാണുമ്പോൾ ബാലൻ ദ ബോയ് ചെറിയൊരു പടം, ഒരു എന്താ പറയുക കുട്ടികളെ വെച്ച് എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഇത് കൊമേഴ്ഷ്യലാണ്, ക്ലാസ് പടമാണ്, വേറെ ലെവലെന്ന് തന്നെ പറയാം. കുറേ കാലത്തിന് ശേഷം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തൊരു സിനിമയാണ്. അത് ഫസ്റ്റ് ഷോക്ക് പോയി കണ്ടൊരു സിനിമയാണ്. പെർഫെക്റ്റ് ഗംഭീര പടം തന്നെ പറയാം. എന്തായാലും ഫാമിലി ആയിട്ട് പോയിട്ട് എല്ലാവരും കാണാം. അപ്പോൾ നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണാം.